SSLC പരീക്ഷ തുടക്കത്തിൽ തന്നെ എളുപ്പമുള്ള ചോദ്യങ്ങളെന്ന കുട്ടികൾ. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ 1951 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ 188 കുട്ടികളും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Celebrating 25 years of excellence in education, Trinity Garden Public School, Vandiperiyar. The only CBSE school in Pyramid Taluk, offering a future-ready curriculum with AI and robotics, spacious classrooms, well-equipped laboratories, dedicated teachers, and extensive sports facility, including school bus facility in our campus. Admission open for the academic year 2026-27, where learning shapes the future. Enroll your child today at Trinity Garden Public School, Vandiperiyar. പഠനകാലത്ത് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന 10ാം ക്ലാസ് പരീക്ഷയാണ്. ഇതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരും ഒപ്പം അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഈ പരീക്ഷയെ കാണുന്നത്. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ 1951 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയത് മുണ്ടക്കയം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലാണ്, 207 കുട്ടികൾ. ഉപജില്ലയിൽ ആകെ 182 ഭിന്നശേഷി കുട്ടികളും SSLC പരീക്ഷ എഴുതി. ഇതേസമയം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ 6147 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ 724 തമിഴ് മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങളിലായി 1227 കുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. പീരുമേട് തോട്ടം മേഖലയിലെ പ്രധാനപ്പെട്ട സ്കൂളായ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ ഇത്തവണ 188 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ആദ്യ ദിനത്തിൽ പരീക്ഷ എളുപ്പമുള്ളതായിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത്. நல்லா இருந்துச்சு. இந்த தடவை நிறைய A+ வாங்குவாங்கன்னு நினைக்கிறேன். எக்ஸாம்லாம் சூப்பராக இருந்துச்சு. ஈஸியாக இருந்துச்சு எல்லா எக்ஸாமுமே. இதே மாதிரி கொஸ்டின் எல்லா எக்ஸாமுக்கும் இருந்துச்சுன்னா நல்லா இருக்கும். நல்லா தான் எழுதியிருக்கோம். இந்த இந்த தடவை தமிழ் கொண்டு A+ வந்துடும். ஃபுல்லாக படித்த கொஸ்டின் எல்லாமே வந்துருந்துச்சு. ஈஸியாக இருந்துச்சு. എളുപ്പമായിരുന്നു. മലയാളം വന്നോ? ഇന്ന് തുടങ്ങിയ പരീക്ഷ മാർച്ച് 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇതേസമയം നാളെയാണ് +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ തുടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.